മൂന്ന് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് കഴിഞ്ഞ ദിവസം 2% ഉയർന്ന് 1290 ക്ലോസിംഗ് നൽകി. 17 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.73, ഡിവിഡൻഡ് യീൽഡ് 0.39%, 52 വീക്കിലോ 1184, 52 വീക്ക് ഹൈ 1608. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലിയും JP മോർഗനും റിലയൻസിൻ്റെ ടാർഗറ്റ് ഉയർത്തിയതിന് ശേഷം മറ്റൊരു ബ്രോക്കേജ് ഫീമായ സിറ്റി ഗ്രൂപ്പും റിലയൻസിൻ്റെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. ന്യൂട്രലിൽ നിന്നും ബൈ എന്ന റേറ്റിംഗും 1530 രൂപയുടെ ടാർഗറ്റുമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയത്. വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും സ്റ്റോക്ക് 21% അപ്സൈഡിലേക്ക് നീങ്ങാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്നും സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിഫൈനറി മാർജിൻ ഇംപ്രൂവ് ആകുന്നതും ഫ്യൂച്ചർ താരിഫ് ഹൈക്കിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസിൻ്റെ ടെലികോം സെക്ടർ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സിറ്റി ഗ്രൂപ്പ് ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നത്. അതേസമയം റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ് സോഫ്റ്റായി തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഇത് കമ്പനിയുടെ എബിറ്റയിൽ 1% കുറവ് വരുത്തിയേക്കാം. റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ് സോഫ്റ്റായി തുടരുമെങ്കിലും റിഫൈനറി ബിസിനസ്സും ടെലികോം ബിസിനസ്സും ന്യൂ എനർജി ബിസിനസ്സും പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. 38 അനലിസ്റ്റുകളിൽ 32 അനലിസ്റ്റുകളും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയത്. കൂടാതെ നവംബർ 13 മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSAയും റിലയൻസ് ഇൻഡസ്ട്രീസിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരുന്നു. റിലയൻസിൻ്റെ ന്യൂ എനർജി ബിസിനസിൻ്റെ വാല്യൂഷൻ $43 ബില്യൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1290 ട്രേഡ് ചെയ്യുന്നു. ആൾറെഡി സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവർ 1225 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ അപ്ഡേറ്റ് HDFC ബാങ്കുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2% ഉയരുകയും 52 വീക്ക് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. 13 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.62, ഡിവിഡൻഡ് യീൽഡ് 1.10%. HDFC ബാങ്കിനെ ഇൻഡെക്സ് റീജിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നവംബർ മാസത്തിൽ നടന്ന MSI ഇൻഡെക്സ് റീജിങ്ങിൽ $2.5 ബില്യൺ ഫണ്ട് ഇൻഫ്ലോയാണ് MSI ഇൻഡെക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഇക്വിറ്റികളിലേക്ക് വന്നത്. ഏകദേശം 186ഓളം ഇന്ത്യൻ സ്റ്റോക്കുകൾ MSI ഇൻഡെക്സിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഇതുവഴി MSI ഇൻഡെക്സിലുള്ള ഇന്ത്യൻ കമ്പനികളുടെ വെയിറ്റേജ് 19.3% നിന്നും 19.8% എത്തി. ചൈനയ്ക്കാണ് MSI എമർജിംഗ് ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്, 27% വെയിറ്റേജ്. വോൾട്ടാസ്, BSE, ആൽക്കം ലബോറട്ടറീസ്, കല്യാൺ ജുവലേഴ്സ്, ഒബറോയ് റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകൾ MSI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഏറ്റവും അധികം ഫണ്ട് ഇൻഫ്ലോ വന്നിരിക്കുന്നത് വോൾട്ടാസിലേക്കാണ്. $300 മില്യൺ. BSE ഏകദേശം $260 ബില്യൺ ഫണ്ട് ഇൻഫ്ലോ ആകർഷിക്കും. കല്യാൺ ജുവലേഴ്സ്, ഒബറോയ് റിയാലിറ്റി, ആൽക്കം ലാബ്സ് തുടങ്ങിയവ 241, 215, $201 മില്യൺ ഫണ്ട് ഇൻഫ്ലോ ആയിരിക്കും വരിക. HDFC ബാങ്കിലേക്ക് $1.88 ബില്യൺ ഫണ്ട് ഇൻഫ്ലോ വരും. HDFC ബാങ്കിന് MSI ഇൻഡെക്സിലുള്ള വെയിറ്റേജ് ഉയർന്നതാണ് ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള മറ്റൊരു പ്രധാന കാരണം. കൂടാതെ 13 സ്മാൾ ക്യാപ് സ്റ്റോക്കുകളും MSI ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കും. യുറേക്ക ഫോർബ്സ്, സിഗ്നേച്ചർ ഗ്ലോബൽ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, PC ജുവലേഴ്സ്, DCM ശ്രീരാം തുടങ്ങിയ കമ്പനികളായിരിക്കും MSI ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുക. ഇതുവഴി $3 മില്യൺ മുതൽ $7 മില്യൺ വരെയുള്ള ഫണ്ട് ഇൻഫ്ലോ ഈ സ്റ്റോക്കുകളിലേക്ക് വന്നേക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് സൊമാറ്റോയുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.2% ഉയർന്ന് 272 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 298, 52 വീക്കിലോ 112, 2.3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 325. സൊമാറ്റോ BSE ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്നു. കൂടാതെ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി 8500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നു. ഈ രണ്ട് ന്യൂസുകളുടെയും പശ്ചാത്തലത്തിലാണ് സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ 7% റാലി വന്നത്. സൊമാറ്റോ ഓൺലൈൻ ഫുഡ് ആൻഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. സ്റ്റോക്ക് ടെക്നിക്കലി ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. 5 ഡേ, 10 ഡേ, 20 ഡേ, 50 ഡേ, 100 ഡേ, ഈവൻ 200 ഡേ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 338% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകുകയും ചെയ്തു. ഇൻഡെക്സ് റീജിങ്ങിൻ്റെ ഭാഗമായി BSE ഇൻഡെക്സിലെ 30 സ്റ്റോക്കുകളിൽ JSW സ്റ്റീലിന് പകരക്കാരനായിട്ടാണ് സൊമാറ്റോ സ്ഥാനം പിടിക്കുന്നത്. ഇതുവഴി സൊമാറ്റോയിലേക്ക് പാസീവ് ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ സൊമാറ്റോ QIP വഴി 8500 കോടി രൂപയുടെ ഫണ്ട് റൈസും ചെയ്യുന്നു.
പേടിഎം എൻ്റർടൈൻമെൻറ്റ് ടിക്കറ്റിംഗ് ബിസിനസ്സിന് സൊമാറ്റോ വാങ്ങിയതിന് ശേഷം കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലി സൊമാറ്റോയ്ക്ക് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 355 രൂപയുടെ ടാർഗറ്റും നൽകി. മുമ്പ് 288 രൂപയുടെ ടാർഗറ്റായിരുന്നു സൊമാറ്റോയ്ക്ക് നൽകിയിരുന്നത്. ഓൺലൈൻ ഫുഡ് ആൻഡ് ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ 40% മാർക്കറ്റ് ഷെയർ ഉറപ്പുവരുത്തുന്ന ഒരു കമ്പനിയാണ് സൊമാറ്റോ. കൂടാതെ വരും സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ എക്സ്പാൻഷൻ വരാനും സാധ്യതയുണ്ട്. 2027 2.2%, 2031 5.1% വർധനവാണ് പ്രോഫിറ്റ് മാർജിനിൽ മോർഗൻ സ്റ്റാൻലിയുടെ കണക്ക് പ്രകാരം കാണുന്നത്. 160 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 355 രൂപയ്ക്ക് അടുത്തുള്ള ടാർഗറ്റ് എയിം ചെയ്യാനാണ് മോർഗൻ സ്റ്റാൻലിയുടെ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്